ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഒരു കുഞ്ഞു വീട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നപ്പോൾ കുറ്റിയടിച്ചിട്ട് കുറച്ച് കല്ലൊക്കെ അടിച്ചിട്ട് തുടങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് എണീപ്പിച്ച് 9 മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈം അമ്മയ്ക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ അമ്മ അച്ഛനും വന്നിട്ടുണ്ട്. ഇനി അമ്മലും അമ്മയും കൂടി വരാനുണ്ട്. അവർ രാവിലെ വരും. അപ്പോൾ സായിത്താട്ടനും അച്ഛനും ഇന്ന് നമ്മുടെ അവിടെ കല്ലടിക്കലും പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ അമ്പലത്തിലും പോകണം. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയിക്കാണ്. അവർ വരുമ്പോഴേക്കും വേണം ഞങ്ങൾക്ക് റെഡിയാവാൻ. അപ്പോൾ പിള്ളേരെയൊക്കെ എണീപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. അമ്മയുള്ളതുകൊണ്ട് തന്നെ പിള്ളേരെ എണിപ്പിക്കാനൊന്നും എനിക്ക് പണിപ്പെടുത്തി വന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ തേജൂട്ടിനെ എണിപ്പിക്കാട്ടെ. ചന്തൂട്ടും വലിയ കുഴപ്പമില്ലാണ്ട് എണീറ്റു കേട്ടോ. പക്ഷെ തേജൂന് നല്ല ഉറക്കക്ഷീണുണ്ട്. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണുണ്ട് കേട്ടോ. തലേന്ന് നമ്മൾ ദൃശ്യദ്രീ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല നേരമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ കിടക്കാൻ പറ്റുന്ന ദിവസമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചു കേട്ടോ. പിന്നെ അച്ഛനും സയത്തേട്ടനൊക്കെ നമ്മുടെ അവിടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് തറക്കല്ലിൻ്റെ തറ കെട്ടാനുള്ള കല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോഡ് വണ്ടി വരുമ്പോൾ അവിടെ ആൾ വേണമല്ലോ. അപ്പോൾ അതിന് പോയിരിക്കുക. പിന്നെ സയത്തേട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ടേ വരുള്ളൂ. പിന്നെ ചന്തു വേഗം പല്ലേച്ചു വന്നു. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു. ചന്തുവിനെ ഞാൻ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ്. സാധാരണ തേജുവിനെ ഞാൻ വാരി കൊടുക്കാൻ പതിവ്. ഇന്ന് ഞാൻ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ രണ്ടുപേരും. അപ്പോഴേക്കും അച്ഛനും സൈത്തേട്ടനും വന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ മാത്രമല്ല പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് പൂവും കാര്യങ്ങളും എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു നേരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് വാങ്ങിയിട്ട് വരാനും നടന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു സൈത്തേട്ടന്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അതേ പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. എന്തൊക്കെ ഇങ്ങനെ ഓരോ തപ്പിയെടുത്ത് വന്നാലും ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ മറക്കും. അതാണ് പതിവ് കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും അമ്മതേ ചായ ഇട്ടു കേട്ടോ അവിടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്. അപ്പോൾ ചായയും ഉഴുന്നുവടയും അങ്ങനെ എന്തൊക്കെയോ ആണ് കൊടുക്കാനുള്ള പ്ലാനിൽ കേട്ടോ. പിന്നെ അവിടെ ചെന്ന് നമ്മൾ വേഗം കുറ്റടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അപ്പോഴേക്കും അവിടെ നമ്മുടെ ആശേരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ വണ്ടിയിൽ ഇരുന്നിട്ട് പൂവ് പിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം പൂവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വാങ്ങിയപ്പോൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ കുറ്റിയടിക്കുള്ള സമയമായി കേട്ടോ. അങ്ങനെ വേഗം നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 9 മണി 9:30 നേരത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കത്തിക്കരി വലിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. എന്നുവെച്ചാൽ മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടന്നു കേട്ടോ. അങ്ങനെ കുറ്റിയടിക്ക് നല്ല ഇതിൽ നടന്നു. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മുടെ മുന്നത്തെ വീട് ഇതുപോലെ കുറ്റിയടിക്കുമ്പോൾ ചന്തൂട്ടൻ നല്ല കുഞ്ഞുണ്ണിയായിരുന്നു കേട്ടോ. ഒരു 6 മാസം ഉണ്ടായിരുന്നുള്ള ചന്തൂട്ടന്. ആ സമയത്താണ് നമ്മൾ മുന്നത്തെ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചന്തൂട്ടിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. അന്നത്തെ ചന്തുതേ ഇത്രയായി. അങ്ങനെ അടുത്ത വീടും വെക്കാറായി. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കാണ്ടല്ല ഓരോരോ കാര്യങ്ങൾ നടക്കണത് ലൈഫിൽ. അങ്ങനെ കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദമൊക്കെ നമ്മളിങ്ങനെ ആക്കിയിട്ട് അപ്പുറത്തെ വീടുകളിലേക്ക് നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുത്തു. പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കി. അപ്പോഴേക്കും കണ്ട നല്ല മഴക്കാറായിട്ട്. എന്നാലും വെയിലിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പോരുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിണറിൻ്റെ പണിയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇനി ഓരോ വീഡിയോസിൽ നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.